കഴിവുണ്ട്. നമ്മൾ പോലീസിൽ കേസ് കൊടുത്ത അജേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് തിരിച്ചു കൊണ്ടു തന്നത്. ഇവൻ എന്റെ എന്തുവാ പ്രമാണം എല്ലാം നല്ല ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇവൻ എവിടേക്കോ പോയി ആരെയൊക്കെയോ കണ്ട് ഇങ്ങനെ കള്ളക്കടകൾ ഉണ്ടാക്കി പറഞ്ഞ ഇവൻ എന്തുവാ നമ്മളെ അവിടെ പിടിച്ചിടാൻ ആൾക്കാരെയൊക്കെ കൂട്ടി വന്നത്. അവന്മാരൊക്കെ ജയിലിൽ പോകും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ. അവന്മാരൊക്കെ ജയിലിൽ കിടന്ന് അഴിയണം. എന്റെ ക്യാമറ അടിച്ച് പൊട്ടിച്ചതിനും എന്റെ DVR എടുത്തോണ്ട് പോയെല്ലാം തെളിവുണ്ട്. ഇങ്ങനെ നടക്കുക എന്തുവാ. എന്നിട്ട് കള്ളക്കടകൾ തന്നെ ഇവന്മാർക്ക് തന്നെ തിരിഞ്ഞു വീഴും. കള്ളക്കടകൾ. കാരണം മൂന്ന് കള്ള എന്റെ കോടതിയിലാണ് എന്റെ പ്രമാണം ഇരുന്നു. അവിടെ നിന്ന് എടുത്തത് എന്റെ പ്രമാണം എടുത്തതിനൊക്കെ തെളിവുണ്ട്. ഇവന്മാര് പറഞ്ഞ കള്ളക്കടകളെല്ലാം കള്ളാണെന്ന് അച്ചട്ടായിട്ട് തെളിയും. ഇതിനൊക്കെ ജയിലിൽ കിടന്ന് ഉണ്ട സോണിയാസ് എടുക്കുക. സോണിയാസ് എടുക്കുന്നോടാ. ഇപ്പോഴും എന്റെ പ്രമാണം ഇവിടെ ഒന്നും ഇല്ല. പിന്നെ എന്റെ ഈ വസ്തുവിന് ഒരാളും ഒരവധിന് അവകാശം പറഞ്ഞ് വരേണ്ട കാര്യമില്ല. ഞാൻ വിൽക്കാനല്ല. ഇത് സെറ്റിൽമെന്റ് രീതി കൂടാ എന്തുവാ പ്രീതിയെന്ന് പറയുന്നവർക്കും അവർക്കും കൊടുത്ത് എനിക്ക് കിട്ടിയത് എല്ലാം സമ്മതിച്ചിതാക്കിയത്. ഇനി അവർക്ക് ഇവിടെ ഇതൊന്നും അവകാശമൊന്നുമില്ല. അമ്മയ്ക്ക് കാലശേഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരവകാശമില്ല അവർക്ക്. അതാ ഞാൻ പറയുക. അവരുടെ അവകാശം ഇല്ലെന്ന് പറഞ്ഞോണ്ട് എനിക്കും അവരുടേതാണെന്ന് അവകാശം. അവൾ ഇവന്മാർ നടക്കുന്നവരൊന്നും ഞാൻ അവളുടെ നടക്കുന്നില്ല. ഇവന്മാരാണ് നമ്മളുടെ ഇങ്ങനെ നടക്കുക. ചുറ്റിപ്പറ്റി കുറെ ആൾക്ക് നടക്കുക. ഇവരൊക്കെ ആരാണ് എന്റെ വസ്തുവിനെ ചുറ്റിപ്പറ്റി ഇവരൊക്കെ നടക്കാൻ ഈ സുബ്രഹ്മണ്യൻ വെങ്ങാട്ടൂരൊക്കെ വന്ന് കയറിയവൻ. ഞാൻ വിൽക്കാനല്ല ഇത്. ഇവിടെ എന്നിട്ട് ഇതൊക്കെ എന്തൊക്കെയോ വലിയ വലിയ മനക്കോട്ടകളൊക്കെ കെട്ടിയിട്ട് അത് കിട്ടാത്തപ്പോ ഇവരൊന്ന് ഫ്രസ്ട്രേഷൻ കൂടിയിട്ടൊന്ന് ചീത്ത വിളിക്കുക. കാണുമ്പോൾ ചീത്ത വിളിക്കുക. എന്തൊക്കെയോ ഭ്രാന്ത് കൂടിയൊന്ന് നടക്കുക. ചോർച്ചടിക്കുക. 10-ാം മണിക്ക് 12-ാം മണിക്ക് 2-ാം മണിക്ക് 1-ാം മണിക്കൊക്കെ മുഖത്തോട്ട് ചോർച്ചടിക്കുക. എന്നിട്ട് ഇയാൾ എന്റെ കണ്ണ് പൊട്ടും. അവിടെ നിന്ന് എന്റെ കണ്ണ് പൊട്ടിക്കാൻ നോക്കുക. കണ്ണിനകത്തോട്ട് വിഷവാതകം എല്ലാം കൂടെ അടിക്കുക. മുഖത്തോട്ട് വിഷവാതകം അടിക്കുക. കിടന്നുറങ്ങുമ്പോൾ സൗണ്ട് വെച്ച് നമ്മളെ ഉണർത്തുക. കഥകൾ ഉണ്ടാക്കുക. നമ്മൾ ഉണരുമ്പോൾ ആരാണ്ട് വിളിക്കുന്ന പോലെ എന്തൊക്കെയോ കഥകളാണ് ഉണ്ടാക്കുന്നത്. വളരെ കഥകളാണ്. ഇങ്ങനെ കഥകളാണ്. എന്താ കഥയാണ് അറിയത്തില്ലത്. ക്യാമറ ഓഫ് ചെയ്യുക. ക്യാമറ ഓഫ് ചെയ്യാൻ തെളിവ് തന്നെ ഇപ്പോഴും ഞാനെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാമറ ഓഫ് ആകുന്നത് നമുക്കൊന്നും അറിയണ്ടായോ? ഇത് ക്യാമറ എല്ലാം നല്ല ഒന്നാമത് ഇൻവെർട്ടറുമായിട്ട് കണക്റ്റഡാണ്. ക്യാമറ ഓഫ് ആക്കുക. അതുപോലെ വേദനയായിട്ട് നടക്കുക. പലരും ചോദിച്ചു അവരുടെ ക്യാമറ ഒന്നും ഓഫ് ആവുന്നില്ല. അവരൊന്നും ക്യാമറ ഓഫ് ആവുന്നില്ല. ഇങ്ങനത്തൊന്നും ഒരാൾക്കും അവകാശമില്ല. എന്റെ കൈ വസ്തു കാലശേഷമായാലും കൈശേഷമായാലും ശരി എല്ലാവർക്കും കൊടുത്തിട്ടുള്ള കാലശേഷം ഒക്കെയാ. വേറെ ആർക്കൊന്നും കിട്ടത്തില്ല കാലശേഷം ഒന്നും. കാലശേഷം ഒക്കെ എഴുതി കൊടുക്കാനും പറ്റത്തില്ല. കാലശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിലാ പ്രമാണം. കാലശേഷം ഒന്നും എഴുതാൻ പറ്റത്തില്ല. വലിയ എന്തൊക്കെയോ എമൗണ്ട് വലിയ വലിയ കോടികൾ എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇൻഷുറൻസ് മോട്ടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറ്റുന്നില്ലപ്പം നിരാശ കൂടിയിട്ട് അവർ ചീത്ത വിളിക്കാറ്. നമ്മുടെ മറ്റേ നമ്പറിൽ ചീത്ത വിളിച്ചത് എന്തൊരു നാശമാണ് ഇത്. ഈ പ്രാന്തനെ കൊണ്ട് 10-ാം ഒരു ഭാര്യയ്ക്ക് ഇതിനെക്കാട്ടി പ്രാന്ത. ഭാര്യയ്ക്ക് ഇവനെക്കാട്ടി ഇപ്പം പ്രാന്തായിട്ട് മാറിയിരിക്കുക. ടോർച്ച് പിടിച്ചോണ്ടാണ് ഇപ്പൊ ഭാര്യയും കണ്ണിലോട്ട് നമ്മുടെ മുഖത്തോട്ട്. അവരുടെ വീട്ടിൽ നിന്ന് മുഖത്തോട്ടങ്ങ് ടോർച്ചടിക്കുക. ഞങ്ങൾ കുരയ്ക്കുക. കുരയോട് പറയാ. എന്താ പറയാ ഇത്? കുരയ്ക്കുക കിടന്നങ്ങ്. നിരാശ കൂടി അങ്ങ് പേയായിരിക്കുക. പേയായിട്ട് മാറിയിരിക്കുക. നിരാശ കൂടി പേയായിട്ട് മാറിയിരിക്കുക. എന്തുവാ ചികിത്സിക്കേണ്ട സമയം കഴിഞ്ഞു മാറ്റങ്ങളെ. ക്രിമിനൽ മൈൻഡിന് നിരാശ വരെയുള്ള അവസ്ഥ അറിയാമല്ലോ. അയ്യോ എന്ത് ചെയ്തതേ ചുട്ട് കഴിക്കുകമാർ. അതുപോലത്തെ ഭ്രാന്തമായിരിക്കുകമാർക്ക് ഭ്രാന്തുമായിട്ട് നടക്കുക. കണ്ണിൽ നമ്മളെ ഇവിടോട്ട് ആൾക്കാർ കണ്ടവർ പറഞ്ഞു നമ്മുടെ മതിലിന് ഉള്ളിൽ കയറി നമ്മൾ നിൽക്കുമ്പോൾ ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ഞങ്ങൾ മന്ദിരത്തിൽ നിന്ന് അവിടുത്തെ ഒരു വലിയ ടോർച്ച് വരെ എന്റെ മുഖത്തോട്ട് കണ്ണിലോട്ട് അടിച്ചുകൊണ്ട് വരിക. കണ്ടവരുണ്ട്. അവര് നമ്മളൊന്നും ചോദിക്കാതെ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത് ഈ മോളെ നമ്മൾ കണ്ടതാ നീങ്ങി നിൽക്കുന്നു. ഒന്നാമത് അര സെന്റ് പുറത്തോട്ട് കയറ്റിയാണ് മതില്. നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോ ഇവൻ ചോർച്ച് വെച്ച് വരിക. എന്റെ കണ്ണ് ഫ്യൂസ് ആവുമെന്ന് വിചാരിച്ചോണ്ട. കണ്ണൊക്കെ പോയാലേ ഒത്തിരിയോ കണ്ണ് പൊട്ടിയായി. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചോണ്ട് കണ്ണിനകത്തോട്ടൊക്കെ ചില സമയത്തൊക്കെ വിഷാദകോടിയാ ജോലി. വിഷാദകം ഇതൊക്കെയാ കണ്ണ് പൊട്ടിക്കുന്നത്. ഇവന്മാരും കണ്ണ് പൊട്ടിക്കുന്നത് ഇങ്ങനെയാ ടോർച്ചടിക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ യൂട്യൂബിനകത്ത് ഇതാക്കിയിട്ടുണ്ട്. ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സർക്കുലേറ്റ് ആവത്തില്ല. ഇതൊന്നും വലുതായിട്ട് സർക്കുലേറ്റ് ആവത്തില്ല. എന്താ ചീത്തവഴിയാ? അതുപോലത്തെ ചീത്തവഴിയാ. എന്താ ആൾക്കാർ വിളിക്കും. ഈ ലോകത്തൊരു മനുഷ്യൻ വിളിക്കത്തില്ല. അതുപോലത്തെ ചീത്തവഴിയാ. നിരാശ കൂട്ടിയിട്ട് അവനങ്ങ് ഇരിക്കപ്പോഴി
വിളിക്കുക ഭ്രാന്തളകി. ഇവരെന്നെ അങ്ങ് പറയണം, അതൊക്കെ എപ്പോഴെപ്പോഴും അങ്ങ് പറയണം. നമ്മളെ കാണുമ്പോൾ നിരാശ കൂടി. നമ്മളിപ്പം അങ്ങോട്ടിറങ്ങി നമ്മുടെ എന്തുവാ ഒരു മുരിങ്ങ അതിന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞ് അങ്ങോട്ടൊരു അപ്പട്ടനെ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുക, വേറൊരു പണിയില്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കി ഇരിക്കുക. ഈ പനിയാണെന്ന് പറയുന്നത് ഒരു പണിയില്ല. ഇവരെ കൊണ്ട് വെച്ചിരിക്കുക ഒരു കരുത്തി. എന്നാൽ നമ്മളങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ രോഗമാണ്. രാവിലെ കൊണ്ട് തുടങ്ങിയതാണ് അവൻ ഫോട്ടോ പിടുത്തം. ഇവന്റെ ഫോട്ടോ എല്ലാം പിടിച്ചിരിക്കുന്ന വെറുതെ ഉള്ളതല്ല. ഇവൻ ചീത്ത പിടിച്ചുകൊണ്ട് പോകുന്നതും തുണി പൊക്കിക്കൊണ്ട് പോകുന്നതും അല്ല. ഇവന്റെ തുണി പൊക്കവും ചീത്ത പിടിക്കണം നമ്മൾ പിടിച്ചിരിക്കുന്ന മുഴുവൻ. വെറുതെ ഉള്ളതല്ലേ പിടിച്ചിരിക്കുന്നത്, വെറുതെ നിൽക്കുമ്പോഴല്ലേ പിടിച്ചേക്കുന്നത്. ആര് വന്നാലും അടിക്കാൻ കവളമ്മ ഇറക്കുക. കവളമ്മ മണലുകൊണ്ടാണ് നടത്തിയതിന്റെ അരിയും തലയായിട്ട് നടക്കുക. അടിക്കണം, നമ്മളെ അടിക്കാൻ ചീനിക്കമ്പ് എത്തുന്നതും എല്ലാം ഉണ്ട്. ചീനിക്കമ്പ് കല്ല് വരക്കുന്നത് ഭയങ്കര രോഗമാണ്. ഇവരെ കൊണ്ട് വേണ്ടി കല്യായിട്ട് മാറിയിരിക്കുക. ഇവരെ കൊണ്ട് അവൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അവൻ പോകുമ്പോൾ മഹാരാജാവ് വരുമ്പോൾ മഹാരാജാവ് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുൻവശത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര രോഗം. ഇവിടെ എന്തൊരു രോഗമാണ് ഇത്. മുൻവശത്ത് നിൽക്കുന്നു ഇന്നലെ പറയുന്നു മുൻവശത്ത് നിൽക്കുന്നെന്ന്. ഇവിടെ ഈ വേലിക്ക് അടുത്ത് വരെ വന്നിരിക്കുന്ന വേലിയെ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള വരെയുള്ള അവകാശമുണ്ട്. നീ എന്തുവാ നിൽക്കുന്നു, മുൻവശത്ത് നിൽക്കുന്നു, പോകുമ്പോഴെങ്ങനെ മുൻവശത്ത് നിൽക്കുന്ന എന്താ പറയുക. ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണ്ടായത്. ഇത്ര നിരാശ കൂടി ഇവന് ഭ്രാന്തമായി വന്നിരിക്കുക. ഇവരെന്ത് എന്താ പറയുന്നതിന് പോലും അറിയത്തില്ല. ഇവനാ ഭ്രാന്ത്. അതുപോലെ മന്ദിരത്തിലെ സ്വാമിക്കും നിരാശ കൂടി ഭയങ്കര ഭ്രാന്തായി മാറിയിരിക്കും. ഇപ്പൊ നമ്മളെ കാണുമ്പോൾ അവനെന്തുവാ ഏതാണ്ട് ഭർത്താവ് ചമയോ ഏതാണ്ടായിരുന്നു അവനാണ്. ഭയങ്കര ഭർത്താവ് ചമയോ എന്തായിരുന്നു അറിയില്ല. അവിടെ വന്ന് പാതിരാത്രി ഇവിടെ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഇവിടെ അല്ലായിരുന്നു, എവിടെ ആയിരുന്നു. നമ്മളിത് പറഞ്ഞതുകൊണ്ട് ഇന്നലെ ഇവരില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവൻ ഇതിനകത്താണ് കിടക്കുന്നത്. എന്നിട്ട് ഇവര് ഇതിനകത്ത് 11 മണി 12 മണിയൊക്കെ പകലാ പോകുന്നത്. ഇവരിവിടെ കയറി ഇരിക്കുന്നതോ ഞാൻ അവന്റെ കൂടെ ഇരിക്കുന്നതോ ഒക്കെ കവയുണ്ടാക്കലായിരുന്നു ജോലി. മന്ദിരത്തിലെ സ്വാമിക്ക് അവനും അങ്ങനെ എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ കയറിയ ചീത്ത വിളിക്കുക. നമ്മളെ ഫോണെടുക്കാനൊക്കത്തില്ല മിണ്ടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇവനും ഒന്ന് ഫ്രസ്ട്രേഷനാ. കാണുമ്പോ അവനും ഇതാ നിരാശ കൂടിയിട്ടാണ് ഭ്രാന്ത. കുറെ അമ്മ ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് കവയുണ്ടാക്കി നടക്കുക നാളികള്. എന്റെ കാര്യം നോക്കിക്കോളാ അമ്മമാരൊക്കെ. കുറെയൊക്കെ പീഡിപ്പിച്ചില്ലേ, ഒത്തിരി പീഡിപ്പിച്ചാലാണ് 18 ദിവസം മയക്കിയിട്ടും ഒത്തിരി പീഡനം നടത്തി. നീയൊക്കെ എത്ര പ്രാവശ്യം പീഡിപ്പിച്ചു നമ്മളെ ഈശ്വര. ഇതിനെല്ലാം കൊടുക്കാനേ കൂലി ഇവന്മാർക്ക്. ഭഗവാനെ കൃഷ്ണ നീ കണ്ടോണ്ടിരിക്കുവാണല്ലോ. ഇവരുമാരെ ഈ പീഡിപ്പിച്ചവന്മാരെ ഒരിക്കലും ഗുണം പിടിക്കാതെ ജന്മജന്മാന്തരം ഗുണം പിടിക്കാതെ പോണേ ഭഗവാനെ കൃഷ്ണ. ഗുണം പിടിക്കാതെ പോണം. എന്നെ പറ്റിച്ച് ഒരു ചില്ലിക്കാറ്റ് തിന്നവൻ ഗുണം പിടിക്കാതെ പോണം ജന്മജന്മാന്തരം. എന്റെ പറ്റിച്ച് ചില്ലിക്കാറ്റ് തിന്നവൻ ആരുണ്ടോ ഗുണം പിടിക്കാതെ പോണം ഈശ്വര. നാറികള് പറ്റിച്ച് എന്റെ തുണിയെല്ലാം എടുത്തോണ്ട് പോയി, എന്റെ സാരിയും പീരിയും എല്ലാം എടുത്തോണ്ട് പോയി വെച്ചിതാക്കുന്നത് നമ്മളെ ഇതാക്കാനായിട്ട്. നമ്മൾ തുണിയിലായിരുന്നു, നമ്മൾ നല്ല ഉടുപ്പിലായിരുന്നു, എന്തെല്ലാം രോഗങ്ങളാ. അതിന് നമ്മളെ സാരിയെല്ലാം പെറുക്കിക്കൊണ്ടങ്ങ് പോവായിരുന്നു. നമ്മൾ നല്ല നല്ല സാരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പെറുക്കിക്കൊണ്ട് പോയി. ഇതെല്ലാം ചെയ്തവളുമാര് ജന്മജന്മാന്തരം തുണിയില്ലാതെ നടക്കണേ ഭഗവാനെ. ഒരു തുണി വാങ്ങിക്കാൻ ഇടയില്ലാതെ ആണേ ഭഗവാനെ. ഒരു തുണി വാങ്ങിക്കാൻ ഇടയില്ലാതെ വെച്ചണേ ഭഗവാനെ. എന്നെ പറ്റിച്ചവളുമാരും എന്നെ ഇതാക്കിയവന്മാരും ഇതും നമ്മളെ ഒത്തിരി പറ്റിച്ചിട്ടാ. 66 ഓണം പറ്റിച്ച് വെച്ചോണ്ടിരിക്കവൻ കെട്ടവൻ തെണ്ടി. ഇതുപോലെ പറ്റിക്കാനുണ്ടോ? ഇതുപോലെ പറ്റിക്കാൻ തിളങ്ങുന്നു. ഞാൻ തിളങ്ങുന്നതൊക്കെ തിളങ്ങുന്നു തുണി തിളങ്ങുന്നു. എന്റെ കൊച്ചിന്റെ വരെയാ വാർത്ത വയ്ക്കുന്നത്. ഈശ്വരന്മാരെ ഈ കാണണേ ഭഗവാനെ. എന്റെ ഓച്ച പരമ്പ എന്റെ മലയാളപ്പുഴ ദേവി, എന്റെ കരഞ്ചൂടി അമ്മേ, ഒരുപാട് അണ്ണാക്കിൽ അവസാനത്തേതാക്കണേ. അണ്ണാക്കിൽ അവസാനത്തേത് ഗുണം പിടിക്കാതെ പോകണം. അതുപോലെ നമ്മളെ പീഡിപ്പിച്ചു. ഒരു ജന്മമല്ല 10,000 ജന്മം ഒരാളെ എങ്ങനെ പീഡിപ്പിക്കാവോ അതുകൊണ്ട് ഒരു ജന്മത്തിനാളെ അതുപോലെ പീഡിപ്പിക്കുക. നമ്മുടെ ദേഹത്തോട്ട് ലേസർ വന്നിട്ട് എല്ലാം അടിച്ച് പൊള്ളിച്ച് നീക്കി എന്തെല്ലാം ചെയ്യുന്നില്ല ദിവസം പ്രതി. കാല്